നമ്മുടെ നോറേ സത്യം പറഞ്ഞ അങ്ങ് മെഴുകുകയാണ്. ക്യാമറയുടെ മുന്നിൽ നിന്ന് ബിഗ് ബോസിൻ്റെ ക്യാമറയ്ക്ക് മുമ്പിൽ നിന്ന് താൻ പറയുന്ന ഇപ്പം ആരും ശ്രദ്ധിക്കുന്നില്ല, എല്ലാവരും തന്നെ കളിയാക്കുന്നു എന്ന് വിചാരിച്ച് തന്നെയാണ് നോറ ഏതായാലും ക്യാമറയ്ക്ക് മുമ്പിൽ നിന്നും വെളുപ്പിക്കൽ പ്രക്രിയ വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. സ്ഥിരം ഒരു പരിപാടിയാണ്. നോറ സ്വന്തമായിട്ട് വെളുപ്പിക്കൽ തുടങ്ങും, മറ്റുള്ളവരുടെ മുമ്പിലും തന്നെ വെളുപ്പിക്കാൻ തുടങ്ങും. അങ്ങനെ തന്നെയാണ് നോറ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജയിലിലേക്ക് നോറയെ വിടാൻ പോകുന്നു മത്സരാർത്ഥികൾ. ജയിൽ ടാസ്കിൽ നോറയുടെ പേരാണ് മത്സരാർത്ഥികളെല്ലാം കൂടെ ചേർന്ന് തീരുമാനിച്ചത്. ഒരു പേര് നോറയാണ്, പിന്നൊന്ന് അഭിഷേകാണ്. അപ്പം ജയിലിലേക്ക് പോകുന്നതിൻ്റെ പേരിൽ നോറയ്ക്കെതിരെ ഉന്നയിച്ച ഒരു മത്സരാർത്ഥികളെല്ലാം പറഞ്ഞൊരു കേസ് എന്ന് പറയുന്നത് വാപ്പയും ഉമ്മയും പൊതുജനങ്ങളുടെ മധ്യത്തിൽ ഇട്ടുകൊടുത്തു. അവരെ അനാവശ്യമായിട്ട് അവരുടെ പേര് ഉപയോഗിച്ച് നോറ വെളുപ്പിക്കൽ ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷെ നോറ നേരത്തെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് വാപ്പയും ഉമ്മയും വളരെയധികം എന്തോന്നാണ്, പ്രത്യേകിച്ച് വാപ്പ, ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നുകൊണ്ട് വാപ്പയ്ക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് വീട്ടിൽ കയറാതിരിക്കുകയാണ്, ഒരു കാരണവശാലും വീട്ടിൽ കയറത്തില്ല. അതുപോലെ തന്നെ ഒരു വല്ലാത്ത അവസ്ഥയിലാണ് വാപ്പയും ഉമ്മയൊക്കെ ചിത്രീകരിച്ച് വെച്ചേക്കുന്നത്. ഞാനാണ് ഏതാണ്ട് വലിയ സംഭവം, വാപ്പയും ഉമ്മയൊക്കെ തീരെ പോരാ, അവരെ എനിക്ക് അനുകൂലമായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലാണ് നോറ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു സഹതാപം നോറയ്ക്ക് മറ്റു മത്സരാർത്ഥികളിൽ നിന്നൊക്കെ കിട്ടുകയും ചെയ്തു. അപ്പം കുടുംബത്ത് വളരെയധികം അവരാരും അവഗണിച്ച് കിടക്കുന്ന ഒരു പെൺകുട്ടി ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കൂടിയൊക്കെ എല്ലാം നല്ല രീതിയിൽ വന്നത് കണ്ടപ്പോൾ എല്ലാവർക്കും ഒരു അഭിമാനമൊക്കെ ഉണ്ടായിരുന്ന നിമിഷമായിരുന്നു. പക്ഷെ നോറ ഒരു കാരണവശാലും വിചാരിച്ചില്ല വാപ്പയും ഉമ്മയും കയറി വരുമെന്ന്. പക്ഷേ സത്യം പറഞ്ഞാൽ വാപ്പയും ഉമ്മയും കയറി വന്നു. വാപ്പയുടെ സംസാരത്തിൽ നിന്ന് നോറ പറഞ്ഞതെല്ലാം പച്ച കള്ളമാണെന്ന് തെളിഞ്ഞപ്പോഴാണ് അവിടുത്തെ മത്സരാർത്ഥികൾക്കെല്ലാം ബോധ്യം വരുന്നത് നോറയാണ് കള്ളം പറഞ്ഞത്, അല്ലാതെ ആ മാതാപിതാക്കളല്ല. നോറയുടെ അച്ഛൻ പറയുന്നുണ്ട്, ഇവളെ പഠിപ്പിക്കാൻ വേണ്ടി പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം പറയുന്നത് ഇംഗ്ലീഷ് മീഡിയത്തിൽ സ്കൂളിലെടുത്ത് പഠിപ്പിച്ച കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ട്. അതുപോലെ തന്നെ കയറാതിരിക്കാനുള്ള ഒരു കാരണം നോറയെ IAS പഠിപ്പിക്കുക എന്നുള്ള രീതിയിലാണ്, നല്ല വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ള ഒരു രീതിയിൽ തന്നെയാണ് പുള്ളി കാശൊക്കെ സമ്പാദിച്ച് വെച്ച് നോറയുടെ കൈവശം കൊടുത്തു. പക്ഷേ അത് നോറ അത് കണ്ടമാനം കളയുകയും പിന്നെ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ കാശൊക്കെ കിട്ടിക്കഴിയുമ്പോൾ നോറ ആ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് പോയതേയില്ല. അപ്പോൾ ആ പിതാവിന് വലിയ വിഷമമുണ്ടായി. ഇനി IAS എടുത്തതിന് ശേഷം മാത്രമേ ഞാൻ ഇനി വീട്ടിലേക്ക് കയറൂ എന്നുള്ള തീരുമാനമൊക്കെ എടുത്തു. പക്ഷേ ബിഗ് ബോസിൽ വന്ന് ഈ പരിപാടിയൊക്കെ കണ്ട് തൻ്റെ മകളെപ്പറ്റി ഓർത്ത് അഭിമാനം കൊള്ളുന്നുണ്ടെന്നും അതുപോലെ തന്നെ അവൾ കരച്ചിൽ നിർത്തണമെന്നും ഒക്കെയുള്ള പുറത്തെ കാര്യങ്ങളെല്ലാം പലതും ആ വാപ്പ പറഞ്ഞു. എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ തന്നെയാണ് ആ വാപ്പ സംസാരിച്ചത്. അപ്പോൾ അവിടുത്തെ മത്സരാർത്ഥികളെല്ലാം തങ്ങൾ നോറയായി തെറ്റിദ്ധരിക്കപ്പെട്ടു, ആ മാതാപിതാക്കളെ ചുമ്മാതെ വിഷമിപ്പിച്ചു എന്ന് തന്നെയാണ് അവിടുത്തെ മത്സരാർത്ഥികളെല്ലാം മനസ്സിലാക്കിയത്. അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അൻസിബ കഴിഞ്ഞ ദിവസം നോറ എടുത്തിട്ടും കൊളയുകയും ചെയ്തു. ഏതായാലും ജയിൽ ടാസ്കിൽ ഇങ്ങനെ മറ്റ് മത്സരാർത്ഥികളെല്ലാം നോറയുടെ പേര് പറഞ്ഞു. പക്ഷെ നോറ ഇതൊന്നും വിടാൻ ഉള്ള അല്ല, ഞാൻ പറഞ്ഞതാണ് ശരി, ഇവരെല്ലാം കൂടെ എന്ത് കണ്ടിട്ടാണ് എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് എന്നുള്ള രീതിയിൽ വെളുപ്പിക്കൽ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞ ക്യാമറയ്ക്ക് തന്നെ ബോറടിച്ച് കാണും യഥാർത്ഥത്തിൽ ബിഗ് ബോസിലെ നോറയുടെ ഈ പ്രകടനം. നോറ എന്നും ഈ വെളുപ്പിക്കൽ ഇങ്ങനെ ആരംഭിച്ചുകൊണ്ടേയിരിക്കുകയല്ലേ. ഏതായാലും മാതാപിതാക്കളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് നോറ വീണ്ടും വീണ്ടും വെളുപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. അത് പുറത്ത് നോറയ്ക്ക് നെഗറ്റീവായി മാറുമെന്ന് ഉറപ്പാണ്.